എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നീരാവി കംപ്രഷൻ സിസ്റ്റത്തിന്റെയും നീരാവി ആഗിരണം ചെയ്യുന്ന സംവിധാനത്തിന്റെയും വിവിധ റെഫ്രിജറേഷൻ ഉപകരണങ്ങളുടെ കംപ്രഷൻ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് പഠിക്കാം. ലക്ഷ്യങ്ങൾ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കഴിയും. 1. വിവിധ റെഫ്രിജറേഷൻ ഉപകരണങ്ങൾ തിരിച്ചറിയാൻ. 2. സിസ്റ്റം തിരിച്ചറിയാനും സൈക്കിൾ ട്രേസ് ഔട്ട് ചെയ്യാനും. 3. നീരാവി കംപ്രഷൻ സിസ്റ്റത്തിന്റെ ഘടകങ്ങൾ തിരിച്ചറിയാൻ. 4. നീരാവി ആഗിരണം ചെയ്യുന്ന റെഫ്രിജറേഷൻ സൈക്കിൾ തിരിച്ചറിയാൻ. ഈ പ്രാക്ടിക്കലിന് ആവശ്യമായ ഉപകരണം നമുക്ക് ശേഖരിക്കാം. വേപ്പർ കംപ്രഷൻ സിസ്റ്റം ഒരെണ്ണം, വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം ഒരെണ്ണം. നടപടിക്രമം. ടാസ്ക് 1. വിവിധ റെഫ്രിജറേഷൻ ഉപകരണങ്ങൾ തിരിച്ചറിയുക. 1. നമുക്ക് റെഫ്രിജറേറ്ററിന്റെ ഭാഗങ്ങൾ നോക്കാം. സീരിയൽ നമ്പർ 2. നമുക്ക് വിസിബിൾ കൂളറിന്റെ ഭാഗങ്ങൾ നോക്കാം. സീരിയൽ നമ്പർ 3. നമുക്ക് വാട്ടർ കൂളറിന്റെ ഭാഗങ്ങൾ നോക്കാം. സീരിയൽ നമ്പർ 4. ഡീപ് ഫ്രീസർ, ICE കാൻഡി പ്ലാന്റ്, സോഫ്റ്റ് മെഷീൻ. ടാസ്ക് 2. വേപ്പർ കംപ്രസർ സിസ്റ്റം തിരിച്ചറിയുകയും സൈക്കിൾ പാർട്സ് കണ്ടെത്തുകയും ചെയ്യുക. സീരിയൽ നമ്പർ 1. സിസ്റ്റത്തിലെ ഘടകങ്ങൾ തിരിച്ചറിയുക. കംപ്രസർ മോട്ടോർ. 2. ഡിസ്ചാർജ് ലൈൻ. 3. കണ്ടൻസർ. 4. ലിക്വിഡ് ലൈൻ. 5. റിസീവർ. 6. ഫിൽറ്റർ ഡ്രൈവർ. ടാസ്ക് 3. വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിലെ ഘടകങ്ങൾ തിരിച്ചറിയുക. 1. കംപ്രസർ. റെഫ്രിജറന്റിന് ആവശ്യമായ പമ്പിംഗ് പ്രവർത്തനം നൽകുക എന്നതാണ് കംപ്രസറിന്റെ പ്രവർത്തനം. ബാഷ്പീകരണത്തിൽ നിന്നുള്ള സക്ഷൻ ലൈനിലൂടെ ഇത് തണുത്ത റെഫ്രിജറന്റ് വലിച്ചെടുക്കുന്നു. ഇത് കംപ്രസ് ചെയ്ത് കണ്ടൻസറിലേക്ക് ഡിസ്ചാർജ് ചെയ്യുന്നു. അവിടെ അത് ദ്രവീകരിക്കപ്പെടുന്നു. കംപ്രസ് ചെയ്ത വാതകം കണ്ടൻസറിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് താപനിലയിലും മർദ്ദത്തിലും വർധനവുണ്ടാകുന്നു. 2. കണ്ടൻസർ. റെഫ്രിജറേറ്ററിന്റെ ഉൾഭാഗത്ത് നിന്ന് ചൂട് ആഗിരണം ചെയ്ത് റെഫ്രിജറന്റിൽ നിന്ന് ചൂട് പുറത്തുവിടുക എന്നതാണ് കണ്ടൻസറിന്റെ പ്രധാന ലക്ഷ്യം. ഉയർന്ന മർദ്ദവും ഉയർന്ന താപനിലയുമുള്ള റെഫ്രിജറന്റ് വാതകം കണ്ടൻസറിലേക്ക് പ്രവേശിക്കുമ്പോൾ ചുറ്റുപാടുമുള്ള പരിസ്ഥിതിയിലേക്ക് താപം പുറത്തുവിടുമ്പോൾ അത് വാതകത്തിൽ നിന്ന് ദ്രാവകത്തിലേക്കുള്ള ഘട്ടമാറ്റത്തിന് വിധേയമാകുന്നു. 3. ഡിസ്ചാർജ് ലൈൻ. കംപ്രസർ ഉപയോഗിച്ച് റെഫ്രിജറന്റ് കംപ്രസ് ചെയ്ത ശേഷം അത് ചൂടാകുകയും സമ്മർദ്ദത്തിലാവുകയും ചെയ്യുന്നു. ഡിസ്ചാർജ് ലൈൻ ഈ ചൂടുള്ള റെഫ്രിജറന്റ് നീരാവിയെ കംപ്രസറിൽ നിന്നകറ്റി തണുപ്പിക്കുന്ന പ്രക്രിയ ആരംഭിക്കുന്നു. 4. ലിക്വിഡ് ലൈൻ. കണ്ടൻസർ കോയിലുകളിൽ റെഫ്രിജറന്റ് ഘനീഭവിച്ച ശേഷം അത് ഉയർന്ന മർദ്ദമുള്ള ദ്രാവകമായി മാറുന്നു. ഈ ഉയർന്ന മർദ്ദത്തിലുള്ള ദ്രാവക റെഫ്രിജറന്റിനെ വിപുലീകരണ ഉപകരണത്തിലേക്ക് എത്തിക്കുന്നത് ലിക്വിഡ് ലൈനിന്റെ ഉത്തരവാദിത്വമാണ്. ഇത് ബാഷ്പീകരണ കോയിലുകളിലേക്കുള്ള ഒഴുക്കിനെ നിയന്ത്രിക്കുന്നു. 5. റിസീവർ. സിസ്റ്റത്തിനുള്ളിലെ റെഫ്രിജറന്റിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ റിസീവർ സഹായിക്കുന്നു. ഇത് വിപുലീകരണ ഉപകരണത്തിലേക്ക് ദ്രാവക റെഫ്രിജറന്റിന്റെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കുന്നു. ഇത് തണുപ്പിക്കുന്നതിനായി ബാഷ്പീകരണ കോയിലുകളിലേക്ക് റെഫ്രിജറന്റ് പ്രവേശിക്കുന്നതിന്റെ നിരക്ക് നിയന്ത്രിക്കുന്നു. 6. ഫിൽറ്റർ ഡ്രൈവർ. ഫിൽറ്റർ ഡ്രയർ 2 പ്രധാന ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നു. റെഫ്രിജറന്റിൽ നിന്നുള്ള മലിനീകരണവും ഈർപ്പവും ഫിൽറ്റർ ചെയ്യുകയും അധിക റെഫ്രിജറന്റ് ഓയിലിനുള്ള ഒരു റിസർവോയറായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. 7. തെർമോസ്റ്റാറ്റ് ബൾബ്. തെർമോസ്റ്റാറ്റ് ബൾബിൽ താപനില സെൻസിറ്റീവ് പദാർത്ഥം അടങ്ങിയിരിക്കുന്നു. പലപ്പോഴും വാതകമോ ദ്രാവകമോ ചുറ്റുമുള്ള താപനിലയെ അടിസ്ഥാനമാക്കി വികസിക്കുകയോ ചുരുങ്ങുകയോ ചെയ്യുന്നു. ബൾബ് സാധാരണയായി ഫ്രഷ് ഫുഡ് കമ്പാർട്ട്മെന്റിലോ റെഫ്രിജറേറ്ററിന്റെ ഫ്രീസർ വിഭാഗത്തിലോ സ്ഥിതി ചെയ്യുന്നു. 8. റിലേ. കംപ്രസർ മോട്ടറിലേക്ക് സർക്യൂട്ട് തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ സ്വിച്ചായി റിലേ പ്രവർത്തിക്കുന്നു. റെഫ്രിജറേറ്ററിനുള്ളിലെ താപനില വളരെ ഉയർന്നതാണെന്ന് തെർമോസ്റ്റാറ്റ് സിഗ്നൽ ചെയ്യുമ്പോൾ റിലേ സർക്യൂട്ട് അടയ്ക്കുന്നു. ഇത് കംപ്രസറിലേക്ക് വൈദ്യുതോർജ്ജം പ്രവഹിക്കാൻ അനുവദിക്കുന്നു. 9. കൂളിംഗ് കോയിൽ. എക്സ്പാൻഷൻ വാൽവിൽ നിന്ന് പ്രവേശിക്കുന്ന ദ്രാവക റെഫ്രിജറന്റ് ദ്രാവകത്തിൽ നിന്ന് നീരാവിയിലേക്ക് ഒരു ഘട്ടമാറ്റത്തിന് വിധേയമാകുന്ന റെഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ് കൂളിംഗ് കോയിൽ. ഈ പ്രക്രിയയെ താഴ്ന്ന ഊഷ്മാവ്, താഴ്ന്ന താപനില പ്രക്രിയ എന്ന് വിളിക്കുന്നു. ടാസ്ക് 4.
വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റവും സൈക്കിളും തിരിച്ചറിയുക. കണ്ടൻസർ സാധാരണയായി വായു അല്ലെങ്കിൽ ജലം ഉപയോഗിച്ച് തണുപ്പിക്കുന്ന കോയിലുകളോ ട്യൂബുകളോ ആണ് കണ്ടൻസർ. ചൂടുള്ള റെഫ്രിജറന്റ് വാതകം ഈ കോയിലുകളിലൂടെ ഒഴുകുമ്പോൾ അത് ചുറ്റുമുള്ള പരിസ്ഥിതിയിലേക്ക് വായു അല്ലെങ്കിൽ ജലം ചൂട് പുറത്തുവിടുന്നു. ഇത് റെഫ്രിജറന്റിന്റെ ഊർജം നഷ്ടപ്പെടുകയും ദ്രാവകാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. സെപ്പറേറ്റർ ഈ രണ്ട് ഘടകങ്ങളെ വേർതിരിക്കാൻ സെപ്പറേറ്റർ സഹായിക്കുന്നു. റെഫ്രിജറന്റ് സിസ്റ്റത്തിലൂടെ അതിന്റെ ചക്രം തുടരുമ്പോൾ ഓയിൽ കംപ്രസറിലേക്ക് മടങ്ങുന്നുവെന്ന് ഉറപ്പാക്കുന്നു. അബ്സോർബർ ബാഷ്പീകരണത്തിൽ നിന്ന് പുറത്തുവരുന്ന ശീതീകരണ നീരാവി ആഗിരണം ചെയ്യുക എന്നതാണ് അബ്സോർബറിന്റെ പ്രാഥമിക ലക്ഷ്യം. ജനറേറ്ററിന്റെ പ്രാഥമിക ലക്ഷ്യം അബ്സോർബറിൽ മുമ്പ് ആഗിരണം ചെയ്യപ്പെട്ട സാന്ദ്രീകൃത ലായനിയിൽ നിന്ന് റെഫ്രിജറന്റ് വിടുക എന്നതാണ്. റീക്യാപ്പ്: ഈ വീഡിയോ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തു എങ്ങനെയാണ് 1. വിവിധ റെഫ്രിജറേഷൻ ഉപകരണം തിരിച്ചറിയുക, 2. സിസ്റ്റം തിരിച്ചറിയുകയും സൈക്കിൾ കണ്ടെത്തുകയും ചെയ്യുക, 3. വേപ്പർ അഥവാ നീരാവി കംപ്രഷൻ സിസ്റ്റത്തിന്റെ ഘടകങ്ങൾ തിരിച്ചറിയുക, 4. വേപ്പർ അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സൈക്കിൾ തിരിച്ചറിയുക.